ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ പോയി കണ്ട ഒരു മൂവിയാണ് റെട്രോ. ആ ഒരു പ്രതീക്ഷ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് മൂവീസ് ഡയറക്ടഡ് ബൈ കാർത്തിക് സുബരാജ്. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് റിലീസായ മൂവി ജിഗർതണ്ഡ 2 എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ വർക്കായ മൂവിയൊക്കെ തന്നെയാണ്. പുള്ളിക്കാരന്റെ ബാക്കിയുള്ള എല്ലാ മൂവീസും എനിക്ക് ഇഷ്ടമാണ്. സോ അങ്ങനത്തെ ഒരു ഫിലിമോഗ്രാഫിയുള്ള ഡയറക്ടർ സൂര്യയുടെ കൂടെ ഒരു പടം ചെയ്യുകയാണ്. അപ്പൊ തന്നെ പ്രതീക്ഷ ടോപ്പാണ്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച സൂര്യ, ആ ഒരു സൂര്യയുടെ കംബാക്ക് ഈ ഡയറക്ടറിലൂടെ വരും എന്ന പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് തന്നെ. സത്യം പറയട്ടല്ലോ, ടോട്ടലി ഞാൻ ഡിസപ്പോയിന്റ് ആണ്. കാരണം ഒന്നുമില്ല സിനിമയിൽ. കാർത്തിക് സുബരാജ് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതൊരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഗാങ്സ്റ്റർ മൂവി അല്ല, ഒരു വാർ, ലവ്, ഗാങ്സ്റ്റർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള, മെയിൻലി ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മൂവിയാണ്. ഓക്കെ ഫൈൻ, അതെങ്ങനെയാണെങ്കിലും മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ലവ് ആയാലും ശരി, വാർ ആയാലും ശരി, വാർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് സിനിമയിൽ. എന്റെ പൊന്നെ ഓർക്കാൻ കൂടി പറ്റത്തില്ല അതൊക്കെ. ഈ സിനിമയുടെ സ്റ്റോറി ഒന്നും അങ്ങനെ എടുത്തു പറയാൻ സ്റ്റോറി ഒന്നുമില്ല. സൂര്യ എന്ന ആക്ടറിനെ വെച്ചിട്ട് ഒരുപാട് കുറെ ഫ്രെയിംസും സ്ലോ മോഷനും അല്ലെങ്കിൽ ഫാൻസുകാർക്ക് ഒരു തിയേറ്ററിൽ ക്ലാപ്പ് അടിക്കാൻ എന്താണോ വേണ്ടത് അത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല സ്റ്റോറി വൈസും ആ ഒരു നടനെയും എവിടെ യൂസ് ചെയ്തിട്ടില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് മൂവിയുടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഈ ചാപ്റ്റർ വൈസിലും ഒന്നുമില്ല. ആദ്യം കുറച്ച് കാര്യങ്ങളും പറയും, അതേ കാര്യങ്ങൾ അതിനെ പിന്നീട് റിപ്പീൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വാറും ലവും ലാഫ്റ്റർ ഒക്കെ. സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് ഇപ്പോൾ ഓക്കെ നൈസ് ആണെന്ന് തോന്നി, ഇല്ല എന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കൊള്ളാവുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ വരുന്ന സോങ് ഉണ്ട്, ഒരു വെഡിങ് സോങ്. അത് നൈസ് ആയിരുന്നു. ആ സോങ്ങിന്റെ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതൊരു സിംഗിൾ ഷോട്ടാണ്, അതും നൈസ് ആയിരുന്നു. അങ്ങനത്തെ കൊള്ളാവുന്ന 2-3 സീക്വൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ കംപ്ലീറ്റ്ലി നൈസ് ആയിരിക്കും സിനിമയെന്ന്. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു കൈവിട്ട കളിയായിരുന്നു. എവിടെയാണ് ഇത് കൊണ്ടുപോയത്, എന്താണ് ചെയ്തതെന്ന് ഒരു പിടുത്തൂല. അതായത് സിനിമ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും, ഓക്കെ ഇത് നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിക്കുള്ള ട്രാക്ക് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എത്തിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുമടുത്ത ഒരു സ്റ്റോറി ലൈനും ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അവിടെയാണ്. ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ തന്നെ മനസ്സിലായി മൂവി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് മൂവിയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ പ്രസന്റേഷൻ ആയാലും പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ ആയാലും എല്ലാം വളരെ ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയണമെങ്കിൽ മെയിൻലി വെറുപ്പിച്ചെന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ വില്ലനാണ്. അവനെയൊക്കെ വില്ലൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വില്ലൻ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തതെന്ന് തോന്നിപ്പോയതാണ് ഒന്ന് ജയറാമേട്ടനും ജോജു ഏട്ടനും. കാരണം അവർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഒന്നുമല്ല, അവർക്ക് വേറെ ലെവലായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. സോ അവരെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറെ കൊടുത്തപ്പോൾ എന്തോ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പല ഏരിയാസിലും. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു മൂഡ് എക്സിക്യൂഷൻ. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. സൂര്യ വെച്ചിട്ട് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിനിടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പിന്നെ രക്ഷകനാവണം, അതാവണം, ഇതാവണം, നാളെ രക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി തിരിച്ചു വരുന്നു. എന്റെ പൊന്നോ, അതായത് നമ്മളെ ഇരുത്തി വെറുപ്പിക്കുക എന്നൊക്കെ പറയത്തില്ല, ആ രീതിക്കുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ത്രൂ ഔട്ട് ദ മൂവിയിൽ ഉണ്ടായിരുന്നത്. ഒന്നും എവിടെയും ഓക്കെ നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന, നമുക്ക് ഒരു ഗ്രിപ്പ് തരുന്ന, അല്ലെങ്കിൽ ഓക്കെ ഒരു എൻഗേജിങ് ആയിട്ട് എവിടെയില്ല. വളരെ പ്ലെയിൻ ഒന്നല്ല ഞാൻ പറയുന്നത്. അതായത് എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് അത്രയുള്ള സിനിമയിൽ. ആൻഡ് ഈ ഒരു മൂവി മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലവ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഒരു 2 ക്യാരക്ടേഴ്സ് ഉള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ആവണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവർക്ക് തോന്നണം. ഇതൊന്നുമില്ല. സൂര്യയും പൂജയും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ഒന്നും വളരെ ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സോങ്ങിൽ മാത്രം, ആ ഒരു വെഡിങ് സോങ്ങിൽ മാത്രം എനിക്ക് നൈസായിട്ട് തോന്നി, വേറെ എവിടെയും എനിക്ക് നൈസായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയസ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരു സീനാണ്. സത്യം പറയട്ടെ നല്ല ചിരി വന്നു. ചിരി മാത്രമല്ല എന്താണ് ഇത് എന്നുള്ള രീതിക്കാണ് തോന്നിപ്പോയത്. അതായത് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വില്ലനൊക്കെ അങ്ങനെ സൈഡിൽ മാറി നിൽക്കുക, നിങ്ങളെ പാടായി, അങ്ങനത്തെ രീതിയിലൊക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ സിനിമ പിന്നെ ഒരു പിടുത്തമില്ലാത്ത രീതിയിലാണ് അവർ എൻ്റെ മൂവി പോയിരിക്കുന്നത്. ക്ലൈമാക്സിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല, ഇരുത്തി വെറുപ്പിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ജിഗർതണ്ഡ 2ന്റെ ഒരു ക്ലൈമാക്സ് പിടിച്ച് നോക്കിയതാണ്, പക്ഷെ ഒട്ടും വർക്കായില്ല. അതിന്റെ കൂടെ തന്നെ വെറുപ്പിക്കുന്ന വേറെ കുറെ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും കണ്ടിരിക്കാൻ പറ്റിയില്ല എനിക്ക്, സീരിയസ്ലി എടുത്ത് പറയാം. ഒരുപാട് പ്രതീക്ഷയോടെ പോയൊരു മൂവിയാണ്. ഇപ്പം കാർത്തിക് സുബരാജ് മറ്റുള്ളവർ വന്ന് മൂവി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് തള്ളിയില്ലെങ്കിൽ പോലും കാർത്തിക് സുബരാജിന്റെ പടമാണ് ആൻഡ് ഇത് സൂര്യ. സോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം പുള്ളിക്കാരന്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം നൈസ് മൂവീസ് ആണ്. സോ അങ്ങനത്തെ ഒരു ഫിലിമോഗ്രഫിയുള്ള ഡയറക്ടറും സൂര്യയൊക്കെ ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അതിന്റെ 7 അയലത്ത് സിനിമ വന്നിട്ടില്ല. കാർത്തിക് സുബരാജിന്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും വേസ്റ്റ് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് റെട്രോ എന്ന് പറയുന്നത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.